മുംബൈയിലെ റെഡ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന കാമാത്തിപുര, കൊൽക്കത്തയിലെ സോനാഗച്ചി, ഡൽഹിയിലെ GB റോഡ്, അലഹബാദിലെ മീർഗുഞ്ച്, ഇങ്ങനെ മാംസവ്യാപാരത്തിന് കുപ്രസിദ്ധി നേടിയ നിരവധി ഇടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പലരുടെയും സ്വപ്നങ്ങൾ വീണുടഞ്ഞ മണ്ണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ മുതൽ ചതിക്കുഴിയിൽപ്പെട്ടുവരെ ലൈംഗിക തൊഴിൽ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായവരുടെ ആവാസഭൂമി. പരിഷ്കൃത സമൂഹം അവജ്ഞയോടെ കാണുന്ന ഈ സ്ഥലങ്ങൾക്കും ആരുമറിയാത്ത ചില ചരിത്രങ്ങളുണ്ട്. പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല ഈ ചുവന്ന തെരുവുകൾ. അധോലോക രാജാക്കന്മാരും ഗുണ്ടാസംഘങ്ങളും ഒക്കെയാണ് ഇവിടങ്ങളിൽ സമാന്തര ഭരണം നടത്തിയിട്ടുള്ളത്. കണ്ണീരും ചോരയും കൂടിക്കുഴഞ്ഞ നടുക്കമുണ്ടാക്കുന്ന കഥകൾ ഏറെ പറയാനുണ്ട് ഇവിടങ്ങളിലെ മണൽത്തരികൾക്ക്. മുംബൈയിലെ കാമാത്തിപുര ലൈംഗിക തൊഴിലാളികളുടെയും അവരെ പിൻപറ്റി ജീവിക്കുന്നവരുടെയും കുപ്രസിദ്ധിയാർജിച്ച കേന്ദ്രം. പെണ്ണിന്റെ മാനത്തിന് ചില്ലറ തൊട്ടുകളുടെ മാത്രം വിലയുള്ള തെരുവുകൾ. സിനിമാ മോഹവുമായി മുംബൈയിലെത്തിയവരും പ്രണയച്ചതിയിൽ കുടുങ്ങിയവരുമൊക്കെയായി ഇവിടേക്ക് വലിച്ചെറിയപ്പെട്ട നൂറുകണക്കിന് പേർ. ഇങ്ങനെ നിരവധി സ്ത്രീകളുടെ സ്വപ്നങ്ങൾ കാമാത്തിപുരയിൽ എരിഞ്ഞടങ്ങിയിട്ടുണ്ട്. മുംബൈ അധോലോകവുമായി കെട്ടുപണിഞ്ഞു കിടക്കുന്നതാണ് ചുവന്ന തെരുവിന്റെ ചരിത്രം. 1795 ശേഷം മുംബൈയിലെ 7 ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന കോസ്വേകൾ നിർമ്മാണത്തോടെയാണ് ഈ പ്രദേശം ആദ്യമായി ജനവാസ കേന്ദ്രമായത്. 1800കളുടെ അവസാനമായപ്പോഴേക്കും കാമാത്തിപുര ലൈംഗിക തൊഴിലാളികളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. തുടക്കത്തിൽ ലാൽ ബസാർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീടാണ് കാമാത്തിപുര എന്ന പേരിലായത്. ആദ്യകാലത്ത് ആംഗ്ലോ ഇന്ത്യൻ ലൈംഗിക തൊഴിലാളികളുടെ കേന്ദ്രമായിരുന്നു ഇവിടം. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ബോംബെ തുറമുഖത്തെത്തുന്നവരും കച്ചവടക്കാരും കൊള്ളക്കാരുമൊക്കെ രാത്രിയിൽ സുഖം തേടിയെത്തുന്ന സ്ഥലമായി കാമാത്തിപുര മാറി. പണം നൽകി ഇടപാടുകാരൻ എത്തിക്കഴിഞ്ഞാൽ മുറിക്ക് പുറത്ത് ചുവന്നു മങ്ങിയ വിളക്ക് തൂക്കിയിടുന്നതായിരുന്നു അക്കാലത്തെ പതിവ്. 1940 വരെ ബോംബെയിൽ 10,000-ഓളം അഫ്ഗാൻ പഠാന്മാരാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കലായിരുന്നു ഇവരുടെ ജോലി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പെൺകുട്ടികളെ എത്തിക്കുന്നതിനും ഇവരിൽ പലരും ഇടനിലക്കാരായി. പതിയെ ധാരാവിയിലെ ഈ തെരുവുകൾ ബ്രിട്ടീഷുകാർക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടു. നാട്ടിലെ പുരുഷന്മാർക്ക് അവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് മുംബൈയിലെ ആദ്യ ഡോൺ പിറവിയെടുത്തത്. ബാബ എന്നറിയപ്പെട്ട അയൂബ് ലാല. അയൂബിന്റെ സഹായിയായി തുടങ്ങിയ കശ്മീരി ലാലയും ഇയാളുടെ കൊലപാതക ശേഷം അയൂബിന്റെ പിന്മുറക്കാരനായി വാഴ്ത്തപ്പെട്ട കരീം ലാലയും ഒക്കെ ഈ തെരുവുകളിൽ ചോരച്ചാലുകൾ തീർത്തവരാണ്. 1950-ൽ വ്യഭിചാരം നിരോധിച്ചെങ്കിലും അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ബിസിനസ് തഴച്ചു വളർന്നു. ഹാജി മസ്താനും വരദരാജ മുതലിയാരും പിന്നീട് ദാവൂദ് ഇബ്രാഹിമും ഒക്കെ മുംബൈയിലെ തെരുവുകൾ അടക്കിവാണ കാലത്തെല്ലാം ചുവന്ന തെരുവിൽ മാംസവ്യാപാരം ഒരു മറയുമില്ലാതെ തുടർന്നു. കാമാത്തിപുരയുടെ നിയന്ത്രണം പൂർണ്ണമായും ഗുണ്ടകൾക്കായിരുന്നു. നിയമപാലകരും സർക്കാർ ഉദ്യോഗസ്ഥരുമൊക്കെ എല്ലാത്തിനും കൂട്ടുനിന്നു. നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ചതിയിൽപ്പെട്ട് പിഞ്ചു പെൺകുട്ടികൾ പോലും കാമാത്തിപുരയിലെ വേശ്യാലയങ്ങളിലെത്തി. എയ്ഡ്സിന്റെ വ്യാപനം വർദ്ധിച്ചതും ലൈംഗിക തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായി സർക്കാരും NGOകളും രംഗത്തെത്തിയതുമൊക്കെ പിൽക്കാലത്ത് ചുവന്ന തെരുവിലെ തിരക്ക് കുറച്ചു. മുംബൈ നഗരമധ്യത്തിലെ കണ്ണായ പ്രദേശങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ലോബികളുടെ കണ്ണുപതിഞ്ഞതും പ്രദേശത്തിന്റെ മുഖച്ഛായ ഏതാണ്ട് മാറ്റിയിട്ടുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കുന്ന ചോർ ബസാർ, പ്രശസ്തമായ നാസ് തിയേറ്റർ തുടങ്ങി നിരവധി കാഴ്ചകൾ ഉൾപ്പെട്ട കാമാത്തിപുര ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. ലൈംഗിക തൊഴിലാളികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞു. നഗര സൗന്ദര്യവൽക്കരണം പൂർണ്ണമാകുന്നതോടെ കാമാത്തിപുര എന്ന പേര് പോലും വിസ്മൃതിയിലേക്ക് പോകുന്ന നാളുകൾ വിദൂരമാകില്ല. വലിപ്പത്തിൽ കാമാത്തിപുരയേക്കാൾ മുമ്പിലാണ് കൊൽക്കത്തയിലെ സോനാഗച്ചി, ഏഷ്യയിലെ ഏറ്റവും വലിയ ചുവന്ന തെരുവുകളിലൊന്ന്. ആയിരക്കണക്കിന് ലൈംഗിക തൊഴിലാളികളുള്ള സ്ഥലം. ബംഗാളി ഭാഷയിൽ സോനാഗച്ചി എന്ന വാക്കിന് സ്വർണ്ണമരം എന്നാണ് അർത്ഥം. കൊൽക്കത്തയുടെ വടക്കൻ ഭാഗത്തുള്ള ഈ പ്രദേശം പണ്ട് സനാവുല്ല എന്ന കൊള്ളക്കാരൻ്റെ കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇയാളുടെ മരണശേഷം സ്മരണയ്ക്കായി മാതാവ് ഇവിടെ ഒരു പള്ളി പണിതു. സോനാഗാസി എന്ന പേരാണ് പിൽക്കാലത്ത് സോനാഗച്ചിയായി മാറിയത്. കാലക്രമേണ പള്ളി നശിച്ചു പോവുകയും ലൈംഗിക തൊഴിലാളികളുടെ കേന്ദ്രമായി സോനാഗച്ചി മാറുകയുമായിരുന്നു. സോനാഗച്ചിയും കാമാത്തിപുരയും കഴിഞ്ഞാൽ രാജ്യത്തെ മൂന്നാമത്തെ ചുവന്ന തെരുവ് എന്ന സ്ഥാനം പൂനെയിലെ ബുധവാർപേട്ടിനാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പുസ്തകങ്ങളുടെയും വിൽപ്പന കേന്ദ്രം കൂടിയാണ് ബുധവാർപേട്ട്. അലഹബാദിലെ മീർഗുഞ്ച് ലൈംഗിക വൃത്തിക്ക് മാത്രമല്ല, നിർബന്ധിത വേശ്യാവൃത്തിക്കും മനുഷ്യക്കടത്തിനും കുപ്രസിദ്ധമാണ്. രാജ്യതലസ്ഥാനത്തെ ചുവന്ന തെരുവാണ് GB റോഡ്. ഇന്നും മോഷണമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പട്ടാപ്പകൽ പോലും ഇവിടെ നടക്കുന്നുണ്ട്. ബീഹാർ മുസാഫർപൂരിലെ പുരാതന ക്ഷേത്ര നഗരമായ ചതുർഭുജ് ചുവന്ന തെരുവുകളുടെ ഗണത്തിൽപ്പെടുന്നു. ദേവദാസി സമ്പ്രദായം നിലനിന്ന കാലത്ത് തുടങ്ങിയ ലൈംഗിക തൊഴിൽ ഇന്നും പിന്തുടരുന്നവർ ഇവിടെയുണ്ട്.
നാഗ്പൂരിലുള്ള ഇറ്റ്വാരി ഗംഗാജമുന എന്നും അറിയപ്പെടുന്നു. ലൈംഗിക തൊഴിലാളികളുടെ ഒരു പ്രധാന കേന്ദ്രമാണിവിടം. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ശിവദാസ്പൂർ ആകട്ടെ ഏറ്റവും ചെലവ് കുറഞ്ഞ വേശ്യാലയങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ്. ഒരിക്കൽ ചെന്നുപെട്ടാൽ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഇടങ്ങളാണ് ചുവന്ന തെരുവുകൾ. ആധുനിക കാലത്ത് ലൈംഗിക തൊഴിൽ പഞ്ചനക്ഷത്ര സംസ്കാരത്തിലേക്ക് മാറുമ്പോഴും ഇത്തരം തെരുവുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി പേർ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഉടുതുണി അഴിക്കുന്നു. നമ്മുടെ വികസനവാദത്തിനും കപട സദാചാരത്തിനും നേർക്ക് ചോദ്യചിഹ്നം ഉയർത്തുന്നതാണ് ഭൂപടത്തിലെ ഈ ചുവന്ന അടയാളങ്ങൾ.